നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ മുണ്ടക്കൈയിൽ പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 110ഓളം കടന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 30, 31 തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ വെള്ളപ്പൊക്കം, വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങളും വ്യാപകം. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പേമാരിയെ തുടർന്ന് റോഡിലുണ്ടായ വെള്ളക്കെട്ട് പരിഗണിച്ചാണ് ഇതുവഴിയുള്ള യാത്ര കുന്നംകുളം പോലീസ് നിരോധിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. അഞ്ഞൂർ ചക്കിത്തറ റോഡിൽ വാഴപ്പുള്ളി വീട്ടിൽ ജേക്കബ് മകൻ 20 വയസ്സുള്ള ഡിങ്കിളാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും അടിയന്തര സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി VN വാസവൻ. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയ മന്ത്രി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെച്ചതായി അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പുന്നയൂർകുളം സ്വദേശിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഏഴിക്കോട്ടയിൽ വീട്ടിൽ 52 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് ശിക്ഷിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. കലിതുള്ളി കാലവർഷം. വയനാട്ടിലെ മുണ്ടക്കൈയിൽ പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 110ഓളം കടന്നു. പരിക്കേറ്റ 100ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണ്ണിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി വീടുകൾ മണ്ണിനടിയിലാണ്. മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേസമയം വയനാട് ജില്ലയിലെ ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 30, 31 തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം. വടക്കാഞ്ചേരി, കേച്ചേരി പുഴ കര കവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് എരുമപ്പെട്ടി, നെല്ലുവായ്, പഴവൂർ, തയ്യൂർ, കോട്ടപ്പുറം, കുണ്ടന്നൂർ, മുട്ടിക്കൽ, വെള്ളറക്കാട്, പാത്രമംഗലം, പുലിയന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്കും സ്കൂളുകൾ, അങ്കണവാടികൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. വാഴാനി ഡാം തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി, പഴവൂർ, നെല്ലുവായ്, കുണ്ടന്നൂർ, വെള്ളറക്കാട്, മനപ്പടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. ആളുയരത്തിലാണ് നെല്ലുവായ് റോഡിൽ വെള്ളം ഒഴുകുന്നത്. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. പുഴ ദിശമാറി ഒഴുകി പാലത്തിന് സമീപത്തുള്ള 5 വീടുകളിലേക്ക് വെള്ളം കയറി ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. നെല്ലുവായ് പാടശേഖരത്തിന് സമീപമുള്ള 10 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിൽ അകപ്പെട്ട കുടുംബങ്ങളെ കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വാർഡ് മെമ്പർ MC അജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നെല്ലുവായ് നമ്പ്രത്തും കോട്ടപ്പുറത്തും വെള്ളത്തിൽ അകപ്പെട്ട കുടുംബങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നെല്ലുവായിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മരത്തിൽ കയറിയിരിക്കുകയായിരുന്ന 3 തമിഴ്നാട് സ്വദേശികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ നാട്ടുകാരായ 2 പേരെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി കിഴക്കേ തലക്കിലുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയായി. വ്യാപാര സ്ഥാപനങ്ങളിലെ ഗൃഹോപകരണങ്ങൾ ഒഴുകിപ്പോയി. വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വേലൂർ പഴവൂരിൽ പാടശേഖരത്തിനും ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം താമസിക്കുന്നവരുടെ വീടുകളിലേക്കും വെള്ളം കയറി. ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെട്ടത്. പ്രദേശത്തുള്ള 50 കുടുംബങ്ങളെയും അയ്യപ്പൻകാവിന് സമീപമുള്ള ഫ്ളാറ്റിലെ കുടുംബങ്ങളെയും വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചു. അയ്യപ്പൻകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലേക്ക്, ജുമാ മസ്ജിദ്, മദ്രസ ഹാളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. തയ്യൂർ ലോകരത്തിക്കാവ് പരിസരത്ത് നിന്ന് 5 കുടുംബങ്ങളെയും പുലിയന്നൂർ മുട്ടിപ്പാലത്തിന് സമീപത്ത് നിന്ന് 3 കുടുംബങ്ങളെയും വെള്ളപ്പൊക്കത്തെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. എരുമപ്പെട്ടി മങ്ങാട് കോട്ടപ്പുറം ഷാപ്പിൽ കുടുങ്ങിയ കുറ്റിക്കാട്ടിൽ യാക്കോബിനെ രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി ഉമിക്കുന്നിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു കുടുംബം മാറി താമസിച്ചു.
ആനറ്റംപറമ്പിൽ രവിയുടെ വീടിന് പുറകുവശത്താണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. എരുമപ്പെട്ടി അയ്യപ്പൻകാവിന് സമീപവും യത്തീംഖാനയ്ക്ക് സമീപവും താമസിക്കുന്ന 5 കുടുംബങ്ങളെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. എരുമപ്പെട്ടി മൃഗാശുപത്രി ഭാഗികമായി വെള്ളം മൂടി. എരുമപ്പെട്ടി മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങളായ അജീഷ്, ആദർശ്, ശ്യാം, ടോണി ജോസ്, ഗോഡ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ എരുമപ്പെട്ടി നെല്ലുവായ് പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക കാഴ്ചകളുടെ ആകാശദൃശ്യം പകർത്തിയത് എരുമപ്പെട്ടി ഫോട്ടോ പീഡിയ വെഡ്ഡിംഗ് ക്രിയേഷനിലെ ദീപക് ചന്ദ്രൻ. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പേമാരിയെ തുടർന്ന് റോഡിലുണ്ടായ വെള്ളക്കെട്ട് പരിഗണിച്ചാണ് ഇതുവഴിയുള്ള യാത്ര കുന്നംകുളം പോലീസ് നിരോധിച്ചത്. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായി മാറിയിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ അപകടങ്ങൾക്കിടയാകുമെന്നതിനാലാണ് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിട്ടുള്ളത്. യാത്രികർ സഹകരിക്കണമെന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. അഞ്ഞൂർ ചക്കിത്തറ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ ജേക്കബിന്റെ മകൻ 20 വയസ്സുള്ള ഡിങ്കിളാണ് മരിച്ചത്. തൊഴിയൂർ പാലേമാവ് പള്ളി റോഡിൽ വെളുത്താട്ടിൽ അബുവിന്റെ വീട്ടുവളപ്പിലെ കുളത്തിലാണ് വീണത്. വൈകിട്ട് 6 മണിയോടെയാണ് അപകടം. 2 സുഹൃത്തുക്കൾക്കൊപ്പം കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് പോകുന്നതിനിടെ ഡിങ്കിൾ കാൽ വഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ ഡിങ്കിളിനെ പൊക്കിയെടുത്ത് മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈദികനാകാനായി ഉത്തർപ്രദേശിൽ പഠിക്കുകയാണ് ഡിങ്കിൾ. ജിൻസി അമ്മയും ജോസഫ്, ടിങ്കിൾ, റിങ്കിൾ എന്നിവർ സഹോദരങ്ങളുമാണ്. കനത്ത മഴയിൽ ഗുരുവായൂർ മേഖലയിൽ വ്യാപക വെള്ളക്കെട്ട്. നഗരസഭയിൽ കൺട്രോൾ റൂം തുറന്നു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി വീടുകളിൽ വെള്ളം കയറി. 4 കുടുംബങ്ങൾ താമസം മാറി. ഒട്ടുമിക്ക റോഡുകളും വെള്ളത്തിനടിയിലായി. കനോലി കനാലും തോടുകളും നിറഞ്ഞു കവിഞ്ഞു. ചൊവ്വല്ലൂർപ്പടി, തൈക്കാട്, പേരകം, വാഴപ്പുള്ളി, മാണിക്യത്തുപടി, ഇരിങ്ങപ്പുറം മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ചൊവ്വല്ലൂർപ്പടി തിരുവിൽ നിരവധി കടകളിലും വെള്ളം കയറി. തൈക്കാട് താണിയിൽ ജാനകി കൃഷ്ണൻ, മേപ്രങ്ങാട്ടിൽ രാജൻ, പുതുവീട്ടിൽ കരീം, പേരകം, സൗപർണിക നഗറിൽ പാറാട്ട് വീട്ടിൽ ഹംസ എന്നിവരാണ് ബന്ധുവീടുകളിലേക്ക് താമസം മാറിയത്. മന്നിക്കരയിൽ 8 വീടുകൾക്ക് ചുറ്റും ശക്തമായി വെള്ളം ഉയർന്നു. മഴ വീണ്ടും കനത്താൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റാനാണ് തീരുമാനം. നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിലും വെള്ളം കയറി. നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കടകൾ അടഞ്ഞു കിടക്കുകയും ഓട്ടോറിക്ഷകളും ടാക്സികളും ഓട്ടം നിർത്തുകയും ചെയ്തതോടെ പല മേഖലകളിലും ഹർത്താലിന്റെ പ്രതീതിയായി. CCTV ന്യൂസ്, ഗുരുവായൂർ. പാഴ്യോട്ടുമുറി തണ്ടിലം റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പുഴ ഗതിമാറി ഒഴുകിയതോടെ റോഡിലേക്ക് വെള്ളം കയറുകയായിരുന്നു. ശക്തമായ ഒഴുക്കുമുണ്ട്. കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. പാത്രമംഗലം കാണൂർ സന്തോഷിന്റെ 2 ഏക്കറിൽ വരുന്ന കൃഷി പൂർണ്ണമായും നശിച്ചു. കയ്പ, കുക്കുംബർ, പടവലം, 1000 വാഴകൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കനത്ത പേമാരിയിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും വെള്ളം കയറിയും മണ്ണിടിഞ്ഞുമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിലെ 15-ാം വാർഡിൽ വീട്ടുമതിൽ ഇടിഞ്ഞുവീണു. വട്ടംപറമ്പിൽ പ്രഭാകരൻ ഭാര്യ ചന്ദ്രമതിയുടെ വീട്ടുമതിലാണ് ഇടിഞ്ഞുവീണത്. മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് മതിലിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. ആളൂർ ചോട്ടിലപ്പാറ റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. പുല്ലാനിപ്പറമ്പത്ത് ജഗദീഷിന്റെ വീട്ടുപറമ്പിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞുവീണത്. മണ്ണിടിച്ചിൽ ഉണ്ടായെങ്കിലും വീടിന് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അരിയന്നൂരിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നുള്ള മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് ഇടിഞ്ഞുവീണു. സമീപവാസിയായ ചാണയിൽ ശശിധരന്റെ വീട്ടുപറമ്പിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ആളൂർ ഗ്രൂപ്പ് ഫാമിംഗ് സൊസൈറ്റിയിലേക്ക് വെള്ളം കയറി. സൊസൈറ്റി കെട്ടിടത്തിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വളം, ഇത്തിൾ എന്നിവ ഇവിടെ നിന്നും മാറ്റി. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മണ്ണിടിഞ്ഞതും വെള്ളം കയറിയതുമായ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി ടീച്ചർ, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ് തുടങ്ങിയവർ സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. മഴ കനത്തതോടെ ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. ചാവക്കാട് ഏനമാവ് റോഡിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. ഇവിടെ കാനകൾ നിറഞ്ഞൊഴുകുകയാണ്.
പഞ്ചാരമുക്ക് പെട്രോൾ പമ്പിന് മുൻവശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തേക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തെക്കൻ പാലയൂർ, തിരുവത്ര, എടക്കഴിയൂർ, ആറാംകല്ല്, കറുകമാട്, വട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ദേശീയ പാതയോരത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കഴിയൂർ ആറാംകല്ലിൽ വീടുകളിലേക്ക് വെള്ളം കയറി കനോലി കനാൽ കര കവിഞ്ഞു. അതേസമയം കടൽ ശാന്തമായി തുടരുകയാണ്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ചാവക്കാട് ബീച്ചിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമായിട്ടുണ്ടെന്ന് ചാവക്കാട് തഹസിൽദാർ ടി.പി. കിഷോർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. ലീവിൽ പോയവരോട് തിരിച്ചു വരുവാനും നിർദ്ദേശം നൽകിയതായി അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതി ചൂണ്ടൽ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ, ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. പഞ്ചായത്തിലെ ആയമുക്ക്, മണലി, ചിറനെല്ലൂർ, ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. കേച്ചേരി LP സ്കൂളിലെ ക്യാമ്പിൽ 8 കുടുംബങ്ങളാണുള്ളത്. മണലി മേഖലയിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത്. ചിറനെല്ലൂർ മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളെ കൂടി ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. ചിറപ്പറമ്പ് മേഖലയിലും വെള്ളം കയറിയ സ്ഥിതിയാണ്. ഇവിടെ നിന്നുള്ള കുടുംബങ്ങളെ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. 4 ഭാഗത്തും വെള്ളം കയറിയ സാഹചര്യമാണ്. മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട്. ചൂണ്ടൽ പഞ്ചായത്ത് പരിധിയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുരളി പെരുന്നെല്ലി MLA സന്ദർശനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, PS സന്ദീപ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മഴക്കെടുതി അനുഭവിക്കുന്നവർ സന്നദ്ധ പ്രവർത്തകരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണമെന്നും അവർ പറയുന്നത് അനുസരിക്കണമെന്നും മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. 2 ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വയനാട് ഉരുൾപൊട്ടലടക്കമുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി നിരവധി പേർ മരണപ്പെടുന്ന ഗുരുതരമായ അവസ്ഥയുണ്ട്. ഞാൻ നിൽക്കുന്നത് ചൂണ്ടൽ പഞ്ചായത്തിലെ ഗവൺമെൻറ് സ്കൂളിലാണ്. ഈ സ്കൂളിൽ തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുകയാണ്. 3 കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ചിറപ്പറമ്പ്, മണലി തുടങ്ങിയുള്ള പ്രദേശങ്ങളിലും വെള്ളത്തിൻ്റെ ഭയാനകമായ ശല്യം വരുന്നുള്ള സ്ഥിതിയിലുണ്ട്. ഇത്തരം അവസ്ഥ ഉണ്ടാകുമ്പോൾ സന്നദ്ധ പ്രവർത്തകർ പറയുന്ന അതിനനുസരിച്ച് വീട്ടുടമസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് സഹായകരമായിരിക്കും. സർക്കാർ ഒപ്പമുണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ആരും ഭയപ്പെട്ടു പോകേണ്ട യാതൊരു കാര്യമില്ല. സർക്കാരിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി. മന്ദലാകുന്ന് NH സർവീസ് റോഡ് പെരുന്തോടായി. പ്രദേശത്തെ 40ഓളം കുടുംബങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിൽ. 2 ദിവസമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിലാണ് മന്ദലാംകുന്ന് AKG റോഡ്, ചക്കോലയിൽ റോഡ്, അല്ലമീൻ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത്. 2 ആഴ്ച മുമ്പുണ്ടായ മഴയിലും ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുകയും പല വീടുകളിലേക്കും വെള്ളം കയറുകയും ബന്ധുവീടുകളിലേക്ക് കുടുംബങ്ങൾ മാറി താമസിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് NK അക്ബർ MLA, വാർഡ് മെമ്പർ ആലത്തേൽ മൂസ എന്നിവരുടെ നേതൃത്വത്തിൽ NH അധികൃതർ, കരാർ കമ്പനിയായ ശിവാലയ ഉദ്യോഗസ്ഥർ, PWD റോഡ് വിഭാഗം, ഇറിഗേഷൻ വകുപ്പ്, പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. താൽക്കാലികമായി പ്രദേശത്തെ വെള്ളം പമ്പുസെറ്റ് വെച്ച് വറ്റിക്കുവാനും ശാശ്വതമായ പരിഹാരത്തിന് കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുവാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 31-ന് പ്രപ്പോസൽ, എസ്റ്റിമേറ്റ് എന്നിവ സമർപ്പിക്കാനും യോഗം തീരുമാനിക്കുകയും ചെയ്തു. 3 വലിയ മോട്ടോർ പമ്പ് സെറ്റ് വെച്ച് 4 ദിവസം തുടർച്ചയായി അടിച്ചാണ് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കിയത്. NH സർവീസ് റോഡിലെ വെള്ളം വറ്റിയതോടുകൂടി പമ്പ് സെറ്റ് പ്രവർത്തനം NH അധികൃതർ നിർത്തുകയും മോട്ടോറുകളും പൈപ്പുകളും ഊരിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ 2 ദിവസമായി പെയ്ത മഴയിലാണ് മുൻപുണ്ടായതിനേക്കാൾ കൂടുതൽ വെള്ളം കയറി ഇവിടെ കെട്ടിക്കിടക്കുന്നത്. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവരോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വാർഡ് മെമ്പർ ആലത്തേൽ മൂസ പറഞ്ഞു. പാപ്പാളി നൂറുദ്ദീൻ മദ്രസയിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങുവാൻ സന്നദ്ധത അറിയിച്ച് മദ്രസ അധികൃതർ പഞ്ചായത്തിന് സമ്മതം നൽകിയിട്ടുണ്ട്. മുൻപുണ്ടായ പ്രളയകാലത്തുപോലും വെള്ളക്കെട്ടുണ്ടാവാത്ത പ്രദേശത്ത് NH നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നും ആയതിനാൽ അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇനിയും വെള്ളമുയരുന്നതിന് മുൻപ് വെള്ളക്കെട്ട് നിർമ്മാർജ്ജനത്തിന് തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ അപേക്ഷ. ഇത് ഈ നിലക്ക് പോയാൽ ഇപ്പോൾ അതായത് വലിയ ആപത്തിലാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അയൽവക്കാർ ആ മോട്ടറൊക്കെ എടുത്ത് പോവുകയും ചെയ്ത് ഇപ്പോൾ വെള്ളമിട്ട് അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് അവർ വന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത് കഴിഞ്ഞതിനെക്കാട്ടും വലിയൊരു ആപത്തിലേക്ക് വെള്ളത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. വലിയ നഷ്ടത്തിലേക്ക് അത് പോകുന്നത്.
ഇപ്പോൾ MLA വരുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്, എല്ലാ ആൾക്കാരും വന്നിട്ട് അയൽവക്കാരായിട്ട് ചർച്ച നടത്തിയിട്ട് അയൽവക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നില്ല. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. കേച്ചേരി മറ്റം റോഡിൽ വെള്ളം കയറി, വാഹന ഗതാഗതത്തിന് തടസ്സമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് കിഴക്കാളൂർ മേഖലയിൽ റോഡിലേക്ക് വെള്ളമെത്തിയത്. വാഴാനി ഡാം തുറന്നുവിട്ട സാഹചര്യത്തിൽ കേച്ചേരി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതാണ് മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനും റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനും ഇടയാക്കിയത്. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള മേഖലയിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത്. ചൂണ്ടൽ കേച്ചേരി ഭാഗത്തേക്ക് ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും യാത്ര കുന്നംകുളം പോലീസ് നിരോധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യാത്രികർ ആശ്രയിക്കുന്ന റോഡിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. കിഴക്കാളൂർ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിന് മുന്നിലും വെള്ളം കയറിയ നിലയിലാണ്. വടക്കേക്കാട് തിരുവളയന്നൂർ ശിവക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിനരികെ ക്ഷേത്രത്തോളം പഴക്കമുള്ള അരയാൽ മരമാണ് കടപുഴകിയത്. മരത്തിനു ചുറ്റും വലിയ ആൽത്തറ കെട്ടി സംരക്ഷിച്ചിരുന്ന ആൽമരം ചൊവ്വാഴ്ച കാലത്ത് 11 മണിയോടെയാണ് കടപുഴകി വീണത്. നിരവധി പേർക്ക് തണലും ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് ആശ്വാസവുമായിരുന്നു ആൽമരം. ആൽമരത്തിന് മുകളിൽ ഒരു പനമരവുമുണ്ട്. 2015 അവസാനമായി ആൽത്തറ നവീകരണം നടത്തിയത്. ഇതിന് ചുവട്ടിൽ സ്കൂൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാനും പ്രദേശവാസികൾ വിശ്രമിക്കാനും എത്താറുണ്ട്. എന്നാൽ സംഭവ സമയം മഴയുള്ളതിനാലും സ്കൂൾ അവധിയായതിനാലും ആരും ഉണ്ടായിരുന്നില്ല എന്നതിനാൽ ദുരന്തം ഒഴിവായി. ഇതോടൊപ്പം ഒരു തെങ്ങും മുറിഞ്ഞു വീണിട്ടുണ്ട്. വാർഡ് മെമ്പറും വടക്കേക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും കൂടിയായ രുക്മിയ സുധീർ, ക്ഷേത്രം ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി തകർത്ത് പെയ്യുന്ന പേമാരിയിൽ ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറപ്പറമ്പ് മേഖല വെള്ളം കയറി ഒറ്റപ്പെട്ട നിലയിൽ. മേഖലയിലെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ചൂണ്ടൽ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചിറപ്പറമ്പിൽ വെള്ളം കയറിയതോടെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുവെങ്കിലും പ്രദേശവാസികൾ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറുകയായിരുന്നു. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചിറപ്പറമ്പിലേക്ക് ചോട്ടിലപ്പാറ വഴി മാത്രമാണ് പ്രവേശിക്കാനാവുക. പഞ്ചായത്ത് ഭരണാധികാരികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ ആംബുലൻസ് എത്തിച്ചാണ് പ്രദേശവാസികളെ ഇവിടെ നിന്നും മാറ്റിയത്. മേഖലയിലാകെ വെള്ളം കയറിയതോടെ തൃശൂർ കുന്നംകുളം പാതയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തൂവാനൂർ, ആര്യഫാം, പാറന്നൂർ, ചൂണ്ടൽ പെട്രോൾ പമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടായില്ലെങ്കിലും ഗർത്ത സമാനമായ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി മാറി. ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം മാറി നിന്നതോടെ വെള്ളം ഒഴിഞ്ഞുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ തുടർന്നാൽ പഞ്ചായത്തിന്റെ കൂടുതൽ മേഖലകളും വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. CCTV ന്യൂസ് കേച്ചേരി. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അയനൂർ-ഒതളൂർ റോഡിൽ വെള്ളം കയറി. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിലും വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചു. മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മഴക്കെടുതി വിലയിരുത്താൻ അടിയന്തര യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, അഡ്വക്കേറ്റ് PV നിവാസ്, സെബീന റിറ്റോ, ഷീബ ചന്ദ്രൻ, TO ജോയ്, പഞ്ചായത്ത് സെക്രട്ടറി നരേന്ദ്രനാഥ്, വില്ലേജ് ഓഫീസർമാരായ ഗൗതമൻ, റോസി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ വിവേക് ജസ്റ്റിൻ, ബൈജു വിൻസെന്റ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, ബിജു, കൃഷി ഓഫീസർ ഗായത്രി, ഹോമിയോ ഡോക്ടർ അർച്ചന, KSEB കൂനമുച്ചി സെക്ഷൻ സബ് എഞ്ചിനീയർ ജിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു. ആവശ്യമായ ഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ പഞ്ചായത്ത് സജ്ജമാണ്. കൺട്രോൾ റൂം തുറക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. എരുമപ്പെട്ടി കരിയന്നൂർ 24-ാം നമ്പർ അങ്കണവാടി വെള്ളം കയറി. ആലിക്കൽച്ചിറ പാലത്തിന് സമീപം 5 വീടുകളിൽ വെള്ളം കയറി. കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. 18-ാം വാർഡ് കരിയന്നൂരിൽ നിന്നും ഒരു കുടുംബത്തെയും അയ്യപ്പൻകാവ് പരിസരത്ത് നിന്ന് 5 കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. കനത്ത മഴയിൽ മരത്തങ്കോട് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. മരത്തങ്കോട് അല്ലമീൻ ഹോസ്പിറ്റൽ പരിസരവും AKG നഗറിലും റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇതുവഴിയുള്ള വാഹന ഗതാഗതവും ദുഷ്കരമായി.
നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ ജനങ്ങൾ മഴക്കാഴ്ച കാണാനിറങ്ങി. കടലോരമായി പന്നിത്തടം കേച്ചേരി റോഡ്. പന്നിത്തടം കേച്ചേരി റോഡ് ചെമ്മന്തിട്ട മുതൽ കൂമ്പുഴ പാലം വരെ വെള്ളം കയറി കടലിന് സമാനമായി. നിർമ്മാണത്തിലിരിക്കുന്ന റോഡും പാടവും ഒന്നായ സ്ഥിതിയാണുള്ളത്. ഉയരം കൂട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ റോഡിൽ നിന്നും 1 മീറ്ററോളം ഉയരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജില്ലാ ഭരണകൂടങ്ങളുടെ വിലക്കുണ്ടായിട്ടും കടലിന് സമാനമായ രീതിയിലുള്ള പ്രകൃതിയുടെ വികൃതി കാണാൻ സന്ദർശകരുടെ തിരക്കാണുള്ളത്. വിവിധ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നു. തുടർന്ന് ഷട്ടറുകൾ തുറന്നതിനാൽ ഓരോ നിമിഷവും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇത് കാരണം വലിയ അപകട സാധ്യത ഉള്ളതായും സന്ദർശകരുടെ വരവ് നിയന്ത്രിക്കാൻ അധികാരികളും നിയമപാലകരും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടകമ്പൽ പാപ്പിരുത്തിയിൽ 2 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കുന്നത്തുവളപ്പിൽ മുഹമ്മദ്, കുന്നത്തുവളപ്പിൽ ഉമ്മർ എന്നിവരുടെ കുടുംബങ്ങളാണ് വീട്ടിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയത്. വെള്ളക്കെട്ടിനെ തുടർന്ന് സംഭവസ്ഥലം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ സന്ദർശിച്ചു. മഴക്കെടുതിയുടെ സാഹചര്യം മനസ്സിലാക്കി ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ റവന്യൂ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു. മുൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NM റഫീഖ്, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് KH അൻവർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വെള്ളം കയറിയ വീട്ടിൽ നിന്നും കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാൻ KA ഗഫൂർ, KV സിദ്ദിഖ്, മുസ്തഫ കുന്നത്തുവളപ്പിൽ, ഗഫൂർ പാപ്പിരുത്തി, കളത്തിൽ സിദ്ദിഖ് എന്നിവർ നേതൃത്വം നൽകി. ശക്തമായ മഴയെ തുടർന്ന് കുന്നംകുളം പട്ടാമ്പി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചൊവ്വാഴ്ചത്തെ മഴയിലാണ് റോഡിൽ വെള്ളം ഉയർന്നത്. വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിൽ ഗതാഗത കുരുക്കിനിടയാക്കി. റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തെ വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞതും അപകട ഭീഷണി ഉയർത്തുന്നു. ശക്തമായ മഴയിലും കാറ്റിലും മരം കടപുഴകി വീണു. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളിക്കുന്ന് ഗോപാലകൃഷ്ണന്റെ വീടിന് പുറകിലെ വലിയ മാവാണ് ഇന്ന് രാവിലെ 9 മണിയോടെ ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി റോഡിലേക്ക് വീണത്. മരം വൈദ്യുതി ലൈനിൽ പതിച്ചു. 2 പോസ്റ്റുകൾ മുറിഞ്ഞു വീണു. വിവരമറിഞ്ഞെത്തിയ KSEB ജീവനക്കാർ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്ത് അപകടം ഒഴിവാക്കി. മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ചാവക്കാട് വഞ്ചിക്കടവിൽ കനോലി കനാൽ കര കവിഞ്ഞതിനെ തുടർന്ന് സമീപ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 4 കുടുംബങ്ങളെ ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കാണ് മാറ്റിയത്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും നഗരസഭ സജ്ജമായതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. പുന്നൂർകുളം വടക്കേക്കാട് പഞ്ചായത്ത് പരിധിയിലെ താഴ്ന്ന ഭാഗങ്ങളിലാണ് ശക്തമായ മഴയിൽ വെള്ളക്കെട്ട്. വടക്കേക്കാട്, കല്ലിങ്ങൽ, മണികണ്ഠേശ്വരം, കരിച്ചാൽ കടവ് എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. വടക്കേക്കാട് പഞ്ചായത്ത് പരിധിയിൽ ICA, കൊച്ചന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. പുന്നൂർ, കുഴിങ്ങര, വടക്കേക്കാട് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുന്നൂർകുളം, പനന്തറ, പാപ്പാളി, അണ്ടത്തോട്, ചെമ്മന്നൂർ എന്നിവിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അണ്ടത്തോട് തക്വ ഇംഗ്ലീഷ് സ്കൂൾ, പാപ്പാളി നൂറുദ്ദീൻ മദ്രസ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. കുമാരൻപടി വാർഡ് 17 ചുള്ളിയിൽ കല്യാണിയുടെ വീട് മഴക്കെടുതിയിൽ തകർന്നു. വാർഡ് മെമ്പർ ബുഷറ നൌഷാദ്, വില്ലേജ് ഓഫീസർ ജോഷി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ആദൂർ മുട്ടിക്കൽച്ചിറയ്ക്ക് സമീപം വെള്ളം കയറിയ പ്രദേശങ്ങളിൽ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 19 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തിയത്. ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, മെമ്പർമാരായ മുഹമ്മദ് കുട്ടി ആദൂർ, മൈമൂന ഷബീർ, ഉദ്യോഗസ്ഥൻ അജിത്ത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ രാമപുരം 2ാം വാർഡിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി. കാട്ടകമ്പാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന രാംദാസ് മാരാർ, ചെറുളയിൽ വിനോദ് എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി. പഞ്ചായത്ത് അംഗം MS മണികണ്ഠന്റെ നേതൃത്വത്തിൽ വെള്ളം ഒഴുക്കിവിടാൻ നടപടി സ്വീകരിച്ചു. കാട്ടകമ്പാൽ ക്ഷേത്ര സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ, രാമദാസ് മാരാർ, വിനോദ്, രാംദാസ് മോഹനൻ, സഞ്ജയ്, ആദിത്യൻ, വിദ്യാസാഗർ, വിജയ് സാഗർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പന്നിത്തടം അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ബദർപള്ളിക്ക് സമീപം
കടങ്ങോട് പഞ്ചായത്ത് 1-ാം വാർഡിൽ പതിയിറക്കൽ ജമീലയുടെ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. സംഭവം നടക്കുമ്പോൾ ആരും വീടിന് പിൻവശത്ത് ഉണ്ടാകാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. കടങ്ങോട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാന പാതയിൽ പാറയമ്പാടം കമ്പിപ്പാലത്ത് റോഡിൽ വെള്ളം കയറി. റോഡിന് ഇരുവശത്തുമുള്ള കടകളിലും വീടുകളിലും വെള്ളം കയറി. റോഡിൽ ശക്തമായ ഒഴുക്കുണ്ടെങ്കിലും വാഹന ഗതാഗതം മുടങ്ങിയിട്ടില്ല. റോഡിലെ കുഴികൾ മൂലം മേഖലയിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. CV ശ്രീരാമൻ റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഈ മഴക്കാലത്ത് 2ാം തവണയാണ് സംസ്ഥാന പാതയിൽ വെള്ളം കയറുന്നത്. റോഡിലെ കുഴികൾ കാണാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും വീടിന്റെ അടുക്കള തകർന്നു. കടപ്പുറം പഞ്ചായത്ത് കള്ളാമ്പിപ്പടിയിൽ താമസിക്കുന്ന പരേതനായ ഷെയ്ഖ് ഷെരീഫിന്റെ വീടിന്റെ ഓടുമേഞ്ഞ അടുക്കളയാണ് തകർന്നത്. ഷെരീഫിന്റെ ഭാര്യ ആമിനുമ്മ ഈ സമയം അടുക്കളയിലേക്ക് പോകാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ശക്തമായ മഴയിൽ നടത്തറ റോഡ് കരകവിഞ്ഞൊഴുകി. ചാലിശ്ശേരി, കടവല്ലൂർ പഞ്ചായത്തുകളിലെ 50 ഏക്കറോളം വിരിപ്പ് കൃഷി വെള്ളത്തിൽ മുങ്ങി. തൃശൂർ, പാലക്കാട് ജില്ലാ അതിർത്തിയിലുള്ള കോതമംഗലം, കാക്കശ്ശേരി, ഒറ്റപ്പിലാവ് എന്നീ പാടശേഖരങ്ങളിലെ 50ഓളം ഏക്കർ 1-ാം വിള നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. നടിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിട്ട നെൽച്ചെടികളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. തോടിന്റെ ആഴം കൂട്ടുകയും ഭിത്തികൾ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് കർഷകർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ്. പൊന്തക്കാടുകളും കൈതച്ചെടികളും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതും ഭിത്തിയുടെ ബലക്കുറവും തോട്ടുവരമ്പ് പൊട്ടി വെള്ളം പാടത്തേക്കൊഴുകാൻ കാരണമായി. തോട് നവീകരണം നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ലെങ്കിൽ അടുത്ത സീസണിൽ പണം വീതിച്ചെടുത്ത് തോട് നവീകരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കാട്ടകമ്പാൽ സ്രായിക്കടവ് പാലത്തിൽ വെള്ളം കയറി. വെള്ളം കാണാനെത്തുന്നവരുടെ തിരക്ക് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ പറഞ്ഞു. RRT അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുന്നറിയിപ്പ് നൽകി. പാലത്തിനടിയിൽ വെള്ളത്തിന് ശക്തമായ ഒഴുക്കുണ്ട്. മീൻ പിടിക്കാനെത്തുന്നവരുടെ തിരക്കും മേഖലയിലുണ്ട്. പാലത്തിന്റെ തൂണുകൾ അകന്നതുമൂലം അപകടാവസ്ഥയാണ്. മഴ കനത്താൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിൽക്കടവ് പാലത്ത് വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി റോഡിലേക്ക് കയറാവുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ വെള്ളം വളരെയധികം ശക്തമായ ഒഴുക്കോടുകൂടി റോഡ് മുറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഒരുപാട് ആളുകൾ ഇത് കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല പാലത്തിൽ ചെറിയ വിള്ളലുമുണ്ട്. അതുകൊണ്ട് അപകടകരമായ ഒരു അവസ്ഥയാണ്. ആളുകളെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് RRT പ്രവർത്തകരും അതുപോലെ തന്നെ സന്നദ്ധ സേന അംഗങ്ങളായിട്ടുള്ള DYFI പ്രവർത്തകരും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ഇവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറാവുന്നില്ല. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ഇതോടെ ഈ വഴിയുള്ള ബസ് സർവീസും നിലച്ചു. 10 ദിവസം മുമ്പ് പാലത്തിലും അപ്രോച്ച് റോഡിലും വെള്ളം കയറിയിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മുതലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പാടത്തിന് കുറുകെയുള്ള പാലവും അപ്രോച്ച് റോഡും ഉയർത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ശീർഷകത്തിൽ കടവല്ലൂർ പഞ്ചായത്തിൽ മഴക്കെടുതിയുടെ ഭാഗമായി പ്രദേശങ്ങളിൽ ഇടപെടാനും സഹായിക്കുവാനും ഞങ്ങൾ സജ്ജമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഹെൽപ്പ് ഡെസ്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്തിൽ ആരംഭിച്ചു. ബന്ധപ്പെടേണ്ട നമ്പർ 8086 06 2105 9947 03 7908. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും പരിമിതികളും പോരായ്മകളും പരിഹരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് മന്ത്രി ഗുരുവായൂരിലെത്തിയത്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. വർഷം തോറും ഗുരുവായൂരിലെത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആരെയും അഭയം പ്രാപിക്കാതെ വേഗത്തിൽ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാനാകണം. ഇതിനുതകുന്ന രീതിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. 56 കോടി രൂപ ചെലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും. 84,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 150 കിടക്കകളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുണ്ടാകും. 1500 പശുക്കളെ സംരക്ഷിക്കുന്ന ദേവസ്വത്തിന്റെ മലപ്പുറം ജില്ലയിലെ വേങ്ങാട് ഗോശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള 143 കോടി രൂപ പദ്ധതിയുടെ DPR അംഗീകരിച്ചു.
സർക്കാർ തീർപ്പ് കൽപ്പിക്കേണ്ട നിരവധി പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് നടത്തും. ദേവസ്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അദാലത്തിൽ ഉടൻ പരിഹാരം കാണും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും. ദേവസ്വത്തിലെ 16 ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനം വകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും. ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും. ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും. ഫയർ സ്റ്റേഷന് ദേവസ്വം 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകും. ദർശനം സുഗമമാക്കുന്നതിനും ഇന്നുള്ള പരിമിതികളും പോരായ്മകളുമെല്ലാം മാറ്റി കുറെ കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓരോ വർഷം കഴിയുന്നതോടും പ്രത്യേകങ്ങൾ ബാഹുല്യം കൂടി വരികയാണ്. പാർക്കും ദർശനം ലഭിക്കാതെ പോകരുത്, അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക, മറ്റാരെയും അഭയം പ്രാപിക്കാതെ സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. ആനകളുടെ എല്ലാം പരിപാലനം കൃത്യമായി ശ്രദ്ധിക്കാനും കഴിയുന്ന രൂപത്തിലേക്കുള്ള തീരുമാനമെടുത്തു. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചു. 56 കോടി രൂപ മുടക്കി 84,000 സ്ക്വയർ ഫീറ്റുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ദേവസ്വം ഭരണസമിതിയിലേക്ക് 2 അംഗങ്ങളെ ഉടൻ നിയമിക്കും. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗങ്ങളായിരുന്ന സി മനോജ്, മനോജ് ബി നായർ എന്നിവരെയാണ് നിയമിക്കുന്നത്. ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന് മുഖ്യമന്ത്രി ആഗസ്റ്റ് 4 തറക്കല്ലിടും. 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ആഗസ്റ്റ് 4 രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. നഗരസഭ ടൗൺ ഹാളിലാണ് തറക്കല്ലിടൽ ചടങ്ങ്. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും. കക്കാട് മിനി സിവിൽ സ്റ്റേഷന് സമീപം നിർമ്മാണം പൂർത്തീകരിച്ച പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിന്റെ സെക്ഷൻ ഓഫീസ് കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരത്തോട് ചേർന്ന് ഗുരുവായൂർ റോഡിലാണ് നിർദ്ദിഷ്ട ആസ്ഥാന മന്ദിരം പണിയുന്നത്. 22.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന താലൂക്ക് ആസ്ഥാന മന്ദിരം 55,726 ചതുരശ്ര അടി വലിപ്പത്തിലുള്ളതാണ്. ഇതിന്റെ ഭാഗമായി തറക്കല്ലിടൽ ചടങ്ങിന്റെ നടത്തിപ്പുമായി 1001 അംഗ സംഘാടക സമിതി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ രൂപീകരിച്ചു. K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, മുരളി പെരുന്നെല്ലി MLA എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചെയർമാനായും തഹസിൽദാർ OB ഹേമ കൺവീനറുമായിട്ടുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെയും പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു 500 പേരെ വീതം ഒരു പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ജനപ്രതിനിധികളും സഹകരണ ബാങ്കിൻ്റെ ആളുകളും മറ്റെല്ലാവരും ഒക്കെ കൂടി ചേർന്ന് ശ്രമിച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ആളുകളുടെ സഹകരണങ്ങളുണ്ടായിട്ടുള്ള പരിപാടിയിൽ നമുക്ക് ആ രീതിയിൽ സാധിപ്പിക്കാൻ കഴിയും. ആ അർത്ഥത്തിൽ എല്ലാവരുടെയും പിന്തുണ ഈ നാടിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെ കണ്ട് ഇതിനാവശ്യമായ സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പരിപാടിയെക്കുറിച്ച്, ഇതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച്. ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. SC/ST കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, K രാമകൃഷ്ണൻ, TR ഷോബി, ES രേഷ്മ, ചിത്ര വിനോബാജി, മീന സാജൻ, S ബസന്ത്ലാൽ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തഹസീൽദാർ OB ഹേമ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണിയുടെ പിതാവ് ആയനൂർ പ്ലാങ്ങലത്ത് പോൾസന്റെ സംസ്കാരം കുന്നംകുളം V നാഗൽബറിയൽ ഗ്രൗണ്ടിൽ നടന്നു. 69 വയസ്സായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അമര ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. മോളി ഭാര്യയും സോണി മകളുമാണ്. കുര്യൻ, ശ്രുതി എന്നിവർ മരുമക്കളുമാണ്. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പുഷ്പചക്രം സമർപ്പിച്ചു. ചെയർമാൻ KC ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, ഷാജി ജോസ്, KC ജോസ്, PM സോമൻ, ഡയറക്ടർമാരായ CS സുരേഷ്, അനന്തരാമൻ, അബ്ദുൾ സമദ്, CI ബിജു, V ശശികുമാർ, PM മനോജ്, മാനേജർ സിൻഡോ ജോസ്, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, മുൻ നഗരസഭാ ചെയർമാൻ PG ജയപ്രകാശ്, CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ, കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു.
കുന്നംകുളം കുറുക്കൻപാറയിൽ കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് കാർ ഇടിച്ചുകയറി അപകടം, ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരിങ്കൽ ശില്പങ്ങൾ തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാറിനും കേടുപാടുകൾ സംഭവിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പുന്നൂർകുളം സ്വദേശിക്ക് 4 വർഷം ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നൂർകുളം പരൂർ സ്വദേശി എഴിക്കോട്ടയിൽ വീട്ടിൽ 52 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴയിൽ 3 ലക്ഷം രൂപ ഇരക്കി നൽകാനാണ് വിധി. വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃതരംഗന്റെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ്, അഭിഭാഷകരായ രഞ്ജിക, KN അശ്വതി എന്നിവർ ഹാജരായി. ഗ്രേഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ M ഗീത, വടക്കേക്കാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദു, ബിനീഷ്, രതീഷ് എന്നിവരും പ്രവർത്തിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം. കുന്നംകുളം കക്കാട് സമീപത്തെ വീടിന് അപകട ഭീഷണിയായി സ്ഥിതി ചെയ്തിരുന്ന കാലപ്പഴക്കം ചെന്ന വീട് കുന്നംകുളം നഗരസഭ അധികൃതർ പൊളിച്ചു നീക്കി. കക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഓട് വീടാണ് നഗരസഭ അധികൃതർ പൊളിച്ചുമാറ്റിയത്. സമീപവാസിയായ കരിമ്പനക്കൽ വീട്ടിൽ 70 വയസ്സുള്ള ശ്രീമതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. അപകട ഭീഷണിയായ വീടിന് സമീപത്തെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ശ്രീമതി സമീപത്തെ വീട് ഏത് നിമിഷവും തകർന്നു വീഴുമെന്നതിനാൽ ഏറെ ഭയത്തോടെയാണ് താമസിച്ചിരുന്നത്. മഴക്കാലമായാൽ ബന്ധുവീടുകളിലും അയൽവീടുകളിലുമായാണ് ശ്രീമതി താമസിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് കുന്നംകുളം നഗരസഭയിൽ പരാതി നൽകിയത്. തുടർന്ന് നഗരസഭ ആൾതാമസമില്ലാത്ത അപകട ഭീഷണിയായി വീട് പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് വീട്ടുടമയായ സ്വകാര്യ വ്യക്തിക്ക് അറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും വീട് പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്ന് നഗരസഭ ഇടപെട്ട് വീട് പൊളിച്ചു മാറ്റുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് മാറ്റി MLA മ്യൂസിയം കണ്ടു മടങ്ങി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 60ാം വാർഷികത്തിന്റെ ഭാഗമായി സജ്ജമാക്കിയ ചരിത്ര മ്യൂസിയത്തിന്റെയും മൾട്ടിമീഡിയ ക്ലാസ് മുറിയുടെയും ഉദ്ഘാടനം മാറ്റിവെച്ചു. സംസ്ഥാനത്തെ മഴക്കെടുതികളും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടകനായ ചടങ്ങിൽ അധ്യക്ഷനായ മുരളി പെരുന്നെല്ലി MLA നേരത്തെ തന്നെ കോളേജിലെത്തിയിരുന്നു. ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയെന്ന അറിയിപ്പ് വന്നതോടെ കോളേജ് അധികൃതർ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് സജ്ജമാക്കിയ മ്യൂസിയം സന്ദർശിക്കണമെന്ന് കോളേജ് അധികൃതർ അഭ്യർത്ഥിച്ചതനുസരിച്ച് MLA ചരിത്ര മ്യൂസിയം കാണാനെത്തി. പഴയകാല നാണയങ്ങളും കോളേജ് സ്ഥിതി ചെയ്യുന്ന കണ്ടാണശ്ശേരിയിലെ ചരിത്രശേഷിപ്പുകളായ മുനിമടയും കുടക്കല്ലും കല്ലുത്തിപ്പാറയും ഉൾപ്പെടെയുള്ളവ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ നാടിന്റെ പൈതൃകങ്ങളടങ്ങിയ ചരിത്രത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ വസ്തുക്കളും മ്യൂസിയത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. മ്യൂസിയം മനോഹരമായി ഒരുക്കിയ കോളേജ് അധികാരികളെയും ചരിത്ര വിഭാഗം അധ്യാപകരെയും അഭിനന്ദിച്ചാണ് MLA മടങ്ങിയത്. CCTV ന്യൂസ് കേച്ചേരി. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുന്നംകുളം മണ്ഡലത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, K രാമകൃഷ്ണൻ, TR ശോഭി, ES രേഷ്മ, ചിത്ര വിനോബാജി, മീന സാജൻ, S ബസന്തലാൽ, വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി, ഗുരുവായൂർ MVI മനോജ്, KSRTC ജില്ലാ ഓഫീസർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, എഞ്ചിനീയർമാർ, പോലീസ്, ബസ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കക്കാട് വാദ്യകലാക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ കക്കാട് പുരസ്കാരം പ്രശസ്ത തിമില ആചാര്യൻ പറക്കാട് തങ്കപ്പന്മാരാർക്ക് സമർപ്പിച്ചു. മേളാചാരി പുരസ്കാരം പ്രശസ്ത മേളപ്രമാണി വെള്ളിത്തിരുത്തി ഉണ്ണിനായർക്കും സമർപ്പിച്ചു. 25,000 രൂപ, പൊന്നാട, പ്രശസ്തിപത്രം, ഉപഹാരം എന്നിവ അടങ്ങിയതാണ് പുരസ്കാരം. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ക്ഷേത്രകലാ പുരസ്കാരം പ്രശസ്ത ഓട്ടൻതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥനും, വാദ്യപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം മുരുകദാസിനും, യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം രതീഷിനും സമർപ്പിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെയും, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച തിരുവല്ല രാധാകൃഷ്ണനെയും, ചെണ്ട തിമില വാദ്യോപകരണ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന റെജി വെള്ളറക്കാടിനെയും
ചടങ്ങിൽ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ചികിത്സാ ധനസഹായ വിതരണം നടത്തി. കുന്നംകുളം നഗരസഭാ ടൗൺഹാളിൽ നടന്ന ചടങ്ങ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാദ്യകലാക്ഷേത്രം പ്രസിഡന്റ് E. രഘുനന്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കക്കാട് രാജപ്പൻ മാരാർ ആമുഖ പ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, വാർഡ് കൗൺസിലർ പ്രസുന്ന രോഷിത്, EN ശ്രീകാന്ത്, മധു K. നായർ, സുജിത്ത് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. പ്രശസ്ത തായമ്പക വിദ്വാൻ ശുഗപുരം രാധാകൃഷ്ണൻ പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. സമാപന സമ്മേളനം ആവണങ്ങാട് കളരിക്കാരനവർ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കക്കാട് ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, മാതൃസമിതി പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി ടീച്ചർ, വാദ്യകലാക്ഷേത്രം ഭാരവാഹികളായ സുരേഷ് കുറുപ്പ്, ബിജു മാരാർ എന്നിവർ സംസാരിച്ചു. ശേഷം കലാക്ഷേത്രാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കുന്നംകുളം. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂരിനെ മാലിന്യമുക്ത നഗരമാക്കി മാറ്റുന്നതിനായി സ്കൂൾ, കോളേജ്, NSS വളണ്ടിയർമാർക്കായി ഏകദിന ശില്പശാല നടത്തി. ടൗൺഹാളിൽ നടന്ന ശില്പശാല നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C. റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജിനേഷ് രാജൻ ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. അടുപ്പുട്ടി പള്ളിയുടെ കീഴിലുള്ള ടൗൺ കുരിശുപള്ളിയിൽ താപസ ശ്രേഷ്ഠനായ ശമുവൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാളും പള്ളിയുടെ സ്ഥാപക പെരുന്നാളും സംയുക്തമായി ആഘോഷിച്ചു. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് സ്ഥാപക പെരുന്നാൾ ആഘോഷിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാന, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവയും ഉണ്ടായി. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഇടവക അംഗങ്ങളായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ മാത്യൂസ് K. ബർസോമ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ ബാബു ഇട്ടൂപ്പ്, വാർഡ് മെമ്പർ സിജു C. സൈമൺ, പ്രാദേശിക അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ബസ് പെങ്ങാമുക്കിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതുമൂലം 1 മാസം സർവീസ് മുടങ്ങിയിരുന്നു. ബസ് സർവീസ് കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ പോയി KSRTC ഡിപ്പോയിൽ വിശ്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് CPIM തെക്കുമുറി ബ്രാഞ്ചിലെ അംഗങ്ങൾ പഴയ പള്ളിക്ക് സമീപം വീട് വാടകയ്ക്കെടുത്ത് നവീകരിച്ചു. തുടർന്ന് KSRTC ഉദ്യോഗസ്ഥർ വന്ന് സ്റ്റേ സൗകര്യം പരിശോധിക്കുകയും സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുകയും റോഡിലെ ഗതാഗതക്കുരുക്കും കനത്ത മഴ മൂലവും ബസ് നേരം വൈകി ചൊവ്വാഴ്ച പുലർച്ചെ 1:47 പെങ്ങാമുക്കിലെ പുതിയ വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തുകയും ചെയ്തു. പുലർച്ചെ 5:30 തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. കുന്നംകുളം മധുരക്കുളം റോഡിൽ അഡൾട്ട് ഡയപ്പറുകൾ തള്ളിയ നിലയിൽ. ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ഉപയോഗിച്ച ഡയപ്പറുകൾ റോഡരികിൽ തള്ളിയിട്ടുള്ളത്. ഇത്തരത്തിൽ റോഡിൽ കളയുന്ന ഡയപ്പറുകൾ വാഹനങ്ങൾ കയറി പ്രദേശം മുഴുവൻ വ്യാപിക്കും. കൂടാതെ തെരുവുനായ്ക്കൾ കടിച്ചെടുത്ത് വീട്ടുമുറ്റത്തും വരാന്തകളിലും കൊണ്ടിടുന്നതും പതിവാണ്. മഴക്കാലമായതോടെ ഡയപ്പറുകൾ റോഡിൽ അഴുകിക്കിടക്കുകയാണ്. ഇത്തരം ഡയപ്പറുകളിൽ ഇരുചക്ര വാഹനങ്ങൾ കയറി തെന്നി അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് അനസിന് വിജയാശംസ നേർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സെൽഫി കോർണർ സ്ഥാപിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മുഹമ്മദ് അനസ് തുടർച്ചയായി 3ാമത്തെ ഒളിമ്പിക്സിലാണ് രാജ്യത്തിനു വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത്. കോളേജ് പോർട്ടിക്കോയിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA സെൽഫി കോർണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ബിജോയ് അധ്യക്ഷനായി. കോളേജിലെ കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാൽ, കോളേജ് യൂണിയൻ ചെയർമാൻ RM ഇജാസ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിശിഷ്ടാതിഥികൾ, കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, കായിക താരങ്ങൾ, മറ്റു വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സെൽഫി കോർണറിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. കലാലയത്തിന്റെ അഭിമാന താരമായിരുന്ന അനസിന്റെ മെഡൽ നേട്ടത്തിനുള്ള പ്രതീക്ഷകളിലാണ് ശ്രീകൃഷ്ണ കോളേജ്. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഒളിമ്പിക് റൺ നടക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു. കുന്നംകുളം YMCA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. മുതിർന്ന ഫോട്ടോഗ്രാഫർമാരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികൾ, മ്യൂസിക് ഷോ എന്നിവ അരങ്ങേറി. AKPA കുന്നംകുളം മേഖലാ പ്രസിഡന്റ് സിജോ MJ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു ആൽഫ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നി MP, കുന്നംകുളം മേഖലാ സെക്രട്ടറി ജെറി ആൽബർട്ട്, ട്രഷറർ രമേശ് കാളിയത്ത്,
ഫാമിലി മീറ്റ് പ്രോഗ്രാം കൺവീനർ മിൻഹാസ് PM തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭകളിലും നിയമസഭകളിലും 33% സ്ത്രീ സംവരണം നടപ്പിലാക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ജന്തർ മന്ദറിൽ നടത്തിയ നാരി ന്യായ് ആന്തോളൻ പ്രക്ഷോഭത്തിന് കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ സരിത ഹരിദാസ്, മല്ലിക ശങ്കരൻകുട്ടി, നഫീസ ടീച്ചർ, പാർവതി, ഓഫീസ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹികളായ ലീല, വിജയ, മാലിനി, ദേവാനന്ദ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ സ്മരണാർത്ഥം SSLC+2 ക്ലാസുകളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിജയം കരസ്ഥമാക്കിയവരെയും കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങളെയും ആദരിക്കുന്ന വിജയസ്മിതം വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് നടത്തി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ നടത്തിയ ചടങ്ങ് UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനാധിപൻ അബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം ഭദ്രാസനം യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പിസാറ്റ് കോളേജിൽ പുതിയ ബാച്ചുകളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഫാഷൻ ഡിസൈനിംഗ്, അക്കൗണ്ട്സ്, ടീച്ചേഴ്സ് ട്രെയിനിംഗ് കൂടാതെ പാരാമെഡിക്കൽ കോഴ്സുകളായ ലാബ്, റേഡിയോളജി, ഒപ്റ്റോമെട്രി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ഫാർമസി അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള ബാച്ചുകളുടെ പ്രവേശനമാണ് നടന്നത്. സൈമൺ ഡാനിയൽ സിനിമ ഡയറക്ടർ സാജൻ ആന്റണി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ സുനിൽ അധ്യക്ഷത വഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും തിയറി ക്ലാസുകൾക്കൊപ്പം പ്രാക്ടിക്കൽ, കമ്പ്യൂട്ടർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകളും വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ തന്നെ ഷൂട്ടും എഡിറ്റും ചെയ്ത് റിലീസിന്റെ പ്രദർശനവുമുണ്ടായി. പ്രോഗ്രാം കോർഡിനേറ്റർ അധ്യാപിക ജുബൈറിയ സ്വാഗതവും HOD അധ്യാപിക മൃദുല നന്ദിയും പറഞ്ഞു. പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ഈ മാസം മുഴുവൻ നടക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9846 00 9846 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുന്ന ഹിന്ദുസേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും അനുമോദനവും സംഘടിപ്പിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് KR മോഹനൻ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ മുഖ്യാതിഥിയായി. കലാകാരന്മാരായ M രാധ, MB സുധീർ എന്നിവരെ അനുമോദിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിച്ചു. സമാജം സെക്രട്ടറി PC വേലായുധൻ സ്വാഗതവും MS ഷിജു നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6320 രൂപ, പവന് 50,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 88 രൂപ. ചരമം ഗുരുവായൂർ കൊളാടിപ്പടി ആലിക്കൽ പ്രഭാകരൻ എന്ന ഉണ്ണി നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ രാധ ഭാര്യയും ബിജു, ബിന്ദു എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് കിടങ്ങൂർ PSPയിൽ കൊട്ടാരപ്പാട്ട് വീട്ടിൽ നാരായണി നിര്യാതയായി 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കുമാരൻ ഭർത്താവാണ്. രവി, പ്രേമ, ഉഷ, സുമ, രമ എന്നിവർ മക്കളാണ്. ചൂണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിനടുത്ത് തറക്കൽ വീട്ടിൽ ബാബുരാജ് നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. വിജയ ഭാര്യയാണ്. വിനീത് രാജ്, പരേതനായ വിപിൻ രാജ് എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം പുഴിക്കള സെന്ററിന് വടക്കുഭാഗം വടക്കേ കോഞ്ചോടത്ത് ഉസ്മാൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഖദീജ ഭാര്യയും ഷാഫി, ഷെഫീഖ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ മുണ്ടക്കയിൽ പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം 110ഓളം കടന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ 30, 31 തീയതികളിൽ സംസ്ഥാനത്ത് സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി മേഖലയിൽ വെള്ളപ്പൊക്കം. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം.
ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മഴക്കെടുതിയിൽ നാശനഷ്ടങ്ങളും വ്യാപകം. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള ഭാഗത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പേമാരിയെ തുടർന്ന് റോഡിലുണ്ടായ വെള്ളക്കെട്ട് പരിഗണിച്ചാണ് ഇതുവഴിയുള്ള യാത്ര കുന്നംകുളം പോലീസ് നിരോധിച്ചത്. ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. അഞ്ഞൂർ ചക്കിത്തറ റോഡിൽ വാഴപ്പുള്ളി വീട്ടിൽ ജേക്കബ് മകൻ 20 വയസ്സുള്ള ഡിങ്കിളാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും അടിയന്തര സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി VN വാസവൻ. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായി എത്തിയ മന്ത്രി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെച്ചതായി അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പുന്നയൂർകുളം സ്വദേശിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഏഴിക്കോട്ടയിൽ വീട്ടിൽ 52 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് ശിക്ഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കുന്നംകുളം ഗാർഡൻ ബസാർ തോട്ടങ്ങാടി പുലിക്കോട്ടിൽ വീട്ടിൽ PK കൊച്ചുമാത്തുവിന്റെ 16ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മകൾക്കൊപ്പം ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.